അമേരിക്കൻ പ്രസിഡന്റായി രണ്ടാമതും അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വലിയ വിശ്വസ്തനായി കരുതപ്പെടുന്ന വ്യക്തിയാണ് ശതകോടീശ്വരൻ ഇലോൺ മസ്ക്. ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി 290 ദശലക്ഷം ഡോളറായിരുന്നു മസ്ക് മുടക്കിയത്. അധികാരത്തിലേറിയതിനു പിന്നാലെ അതിന്റെ നന്ദിയും ട്രംപ് കാണിച്ചു. സർക്കാരിന്റെ അനാവശ്യ ചെലവുകൾ വെട്ടിക്കുറച്ച് പ്രവർത്തനം മികവുറ്റതാക്കാൻ രൂപീകരിച്ച ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അഥവാ ഡോജിന്റെ മേധാവിയാക്കിക്കൊണ്ടായിരുന്നു ട്രംപിന്റെ ആ നന്ദി പ്രകടനം. പിന്നീട് അങ്ങോട്ട് മസ്കിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നിരവധി ഫണ്ടുകളാണ് ട്രംപ് വെട്ടിക്കുറയ്ക്കുകയും നിർത്തലാക്കുകയും ഒക്കെ ചെയ്തത്. അതിന്റെ ഭാഗമായി ആയിരക്കണക്കിന് പേർക്ക് ഉപജീവന മാർഗവും നഷ്ടമായി. ഇപ്പോഴിതാ ഡോജിന്റെ തലപ്പത്ത് നിന്ന് മസ്ക് പുറത്തേക്ക് എന്ന വാർത്തകൾ പ്രചരിക്കുകയാണ്. അതിന്റെ സൂചനകൾ ട്രംപ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര മാധ്യമമായ പൊളിറ്റിക്കോ ആണ് ഇലോൺ മസ്ക് ഡോജിൽ നിന്ന് പടിയിറങ്ങുന്നുവെന്ന റിപ്പോർട്ട് പുറത്തുവിട്ടത്. സർക്കാർ പദവി ഉടൻ തന്നെ മസ്ക് ഒഴിയുമെന്ന് ക്യാബിനറ്റ് അംഗങ്ങളോടും ബന്ധുക്കളോടും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതായിട്ടായിരുന്നു ബുധനാഴ്ച പുറത്തു വന്ന റിപ്പോർട്ട്. മസ്ക് ഒരു അത്ഭുത വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിന് വലിയ സ്ഥാപനം നടത്തേണ്ടതിനാൽ ചിലപ്പോൾ തിരികെ പോയേക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. പക്ഷേ പറ്റുന്നിടത്തോളം മസ്കിനെ നിലനിർത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കിയതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സംഭവത്തെക്കുറിച്ച് വൈറ്റ് ഹൗസ് വൃത്തങ്ങളോ മസ്കുമായി ബന്ധപ്പെട്ടവരോ ഇതുവരെ പക്ഷേ പ്രതികരിച്ചിട്ടില്ല. ബുധനാഴ്ച ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെ മസ്കിന്റെ പ്രധാന സ്ഥാപനങ്ങളുടെ എല്ലാം ഓഹരി മൂല്യം ഉയർന്നിരുന്നു. ടെസ്ലയുടെ ഓഹരികൾ 3% വരെയാണ് നേട്ടമുണ്ടാക്കിയത്. ശരിക്കും 130 ദിവസത്തെ പരിധിയുള്ള ഒരു താൽക്കാലിക സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിലായിരുന്നു മസ്കിന്റെ നിയമനം. അടുത്ത മെയ് മാസം അവസാനിക്കുന്നതോടുകൂടി മസ്കിന്റെ കാലാവധി നിയമപരമായി അവസാനിക്കും. എന്നാൽ ടെസ്ല സിഇഒയ്ക്ക് പുറത്തു പോകേണ്ടി വരില്ലെന്നും ട്രംപ് അദ്ദേഹത്തെ നിലനിർത്തുമെന്നും ഫെബ്രുവരിയിൽ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അതെല്ലാം നിലനിൽക്കെയാണ് മസ്കിന് പുറത്തേക്കുള്ള വഴി ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. ഡോജിന്റെ തലപ്പത്തെത്തിയ ശേഷം സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ചിലവഴിക്കുന്ന തുകകളിൽ വലിയൊരു വെട്ടിനിരത്തലായിരുന്നു മസ്ക് നടത്തിയത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പീസ് തുടങ്ങിയ ഏജൻസികളെ ഇല്ലാതാക്കുന്നതിലേക്ക് പോലും മസ്ക് നീങ്ങിയിരുന്നു. കൂടാതെ ഈ മേഖലയിലെ ജീവനക്കാരെയും വലിയ തോതിൽ പിരിച്ചുവിടുന്ന സാഹചര്യങ്ങളും ഉണ്ടായി. അതിന്റെ പശ്ചാത്തലത്തിൽ മസ്കിനെതിരെ അമേരിക്കയിൽ ആകമാനം വലിയ പ്രതിഷേധങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അരങ്ങേറുന്നത്. ടെസ്ല കാറുകൾക്കും ഷോറൂമുകൾക്കുമെതിരെ ജനങ്ങൾ ആക്രമണം നടത്തിയതിന്റെ നിരവധി റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഡോജിന്റെ പ്രവർത്തന ഫലമായി $1 ട്രില്യൺ ചെലവ് ട്രംപ് സർക്കാരിന് കുറയ്ക്കാൻ സാധിച്ചുവെന്ന റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും മസ്കിനോടുള്ള എതിർപ്പ് ബ്രാൻഡിലേക്ക് കൂടി കടന്നതോടെ ലോകമെമ്പാടും വലിയ ഇടിവാണ് ടെസ്ല നേരിടുന്നത്. ഈ മാർച്ച് അവസാനിച്ചപ്പോൾ കമ്പനിയുടെ ഓഹരി വില 36% ഇടിഞ്ഞത്. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും പ്രതിഷേധം പടർന്നിരുന്നു. യൂറോപ്പിലെല്ലാം മസ്ക് വിരുദ്ധത പ്രകടമാണ്. നിലവിലെ ട്രംപിന്റെ നയംമാറ്റം ഈ വിഷയങ്ങളുടെ എല്ലാം പ്രതിഫലനമാണോ എന്നാണ് സംശയിക്കപ്പെടുന്നത്. അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ടെങ്കിലും ഇതുവരെ മസ്കിന്റെ പുറത്തുപോക്കിൽ വ്യക്തത വന്നിട്ടില്ല. എന്നാൽ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയാകും മസ്ക് ഡോജിൽ നിന്ന് മാറുന്നത് എന്നതാണ് ചില വിലയിരുത്തലുകൾ.